ഒടുവിൽ അഭ്യൂഹങ്ങൾക്കെല്ലാം വിരാമമിട്ടുകൊണ്ട് ജി സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അമ്പലപ്പുഴയിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. ഏറെ നാൾ നീണ്ടുനിന്ന പാർട്ടി ബന്ധം ഉപേക്ഷിച്ച് പാർട്ടിക്ക് പുറത്ത് വന്നുകൊണ്ട് മത്സരാർത്ഥിയായി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തന്റെ ആദർശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നുവെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജി സുധാകരൻ. അമ്പലപ്പുഴയിൽ ജി സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. നിലവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പിന്തുണയോടെ മത്സരിക്കും, കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകും തുടങ്ങിയിട്ടുള്ള വിവിധ തരത്തിലുള്ള അഭ്യൂഹങ്ങൾ നിലനിന്നിരുന്ന സാഹചര്യത്തിലാണ് ജി സുധാകരൻ ഇന്ന് കാര്യങ്ങൾ പറയാൻ വാർത്താസമ്മേളനം വിളിച്ചത്. ഏറെ ദൈർഘ്യമേറിയ വാർത്താസമ്മേളനത്തിൽ വൈകാരികമായ അനുഭവങ്ങൾ, സഹോദരൻ ഭുവനേശ്വരന്റെ രക്തസാക്ഷിത്വത്തെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ തുടങ്ങി താൻ നേരിട്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അക്കമിട്ട് നിരത്തിക്കൊണ്ടുള്ള വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം തൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു, ആരുടെയും പിന്തുണ തേടുന്നില്ല, ചുമരെഴുതുന്നില്ല, പോസ്റ്റർ പതിക്കുന്നില്ല. പക്ഷേ പാർട്ടിക്ക് പുറത്തു നിന്നുകൊണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. അധികാര കൊതിയാണെന്നുള്ള CPM-ന്റെ പ്രതിരോധത്തോട് അല്ലെങ്കിൽ വിമർശനത്തോട് ആരും മത്സരിക്കുന്നത് സന്യസിക്കാനല്ല എന്നുള്ള മറുപടിയാണ് ജി സുധാകരന് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ നിശ്ചിതമായ വിമർശനങ്ങൾ ഉയർത്തുന്നുണ്ട് ജി സുധാകരൻ. ഇതൊക്കെ ഷുവർ സീറ്റുകളാണെങ്കിൽ പോലും എന്തുകൊണ്ട് മത്സരിപ്പിക്കുന്നില്ല എന്നുള്ള ചോദ്യം കൂടി നിലനിൽക്കുന്നു. ഇപ്പോൾ ജി സുധാകരൻ ബ്രാഞ്ചിലേക്ക് പോലും കോൺഗ്രസ് സജീവമായുണ്ട്, അവരൊന്നും പരിഗണിക്കപ്പെടുന്നില്ല. അത്തരത്തിൽ വടക്കൻ കേരളം കേന്ദ്രീകരിച്ച പാർട്ടി മാറുന്നു അല്ലെങ്കിൽ അധികാര കേന്ദ്രങ്ങൾ മാറുന്നു എന്നുള്ള ആക്ഷേപമുണ്ടോ? അല്ല, പത്രത്തിൽ ചോദിച്ചാലും ഉന്നയിക്കുന്നുണ്ട് ഈ അഭിപ്രായങ്ങൾ. ഇതൊക്കെ അഭിപ്രായങ്ങളായി വരുന്നത്. പക്ഷേ ഐസക് കേന്ദ്ര കമ്മിറ്റി മെമ്പർ, സ്റ്റേറ്റ് സെക്രട്ടറി, അയാൾക്ക് അവിടെ പറയാമല്ലോ. എന്താ പറയാൻ ഐസക് അവിടെ പറഞ്ഞൂടെ അഭിപ്രായം ഉണ്ടെങ്കിൽ? അപ്പൊ ഇവിടെ വെച്ച് നമ്മളങ്ങനെ മറുപടി പറയുന്നത് ആര് കാണുന്നത്? ഇപ്പൊ ഇവിടെ ഒരാൾ പറഞ്ഞ അരുൺകുമാറാണ്. അല്ല, ഇവിടെ ഒരാൾ പറഞ്ഞ അരുൺകുമാറാണ്. അന്വേഷണ കമ്മിറ്റി റിപ്പോർട്ടിലെ എളമരം കരീമിനെതിരെയാണ് അതിരൂക്ഷമായ വിമർശനം അങ്ങ് ഉന്നയിക്കുന്നത്. അത് ബോധപൂർവം എളമരം കരീം വ്യക്തിപരമായി തന്നെ തകർക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണോ വിശ്വസിക്കുന്നത്? ഒന്നും അതേപ്പറ്റി കൂടുതൽ പറയാറുള്ളത് അമ്പലപ്പുഴയിൽ പാർട്ടി ചിഹ്നമായിരിക്കും, അങ്ങയുടെ ചിഹ്നം എന്തായിരിക്കും? ആലോചനകൾ അത് നിങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷനെ പറ്റി അറിയില്ലേ? ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുമ്പോഴല്ലേ ചിഹ്നം വരുള്ളൂ. അവരല്ലേ ചിഹ്നം പറയുന്നത്. ആ ചിഹ്നത്തെ ആഗ്രഹിക്കുന്ന ചിഹ്നമൊന്നും അവിടെ വരില്ല. അവർ പറയുന്ന ചിഹ്നത്തെ ഉടനെ എടുക്കണം. മൂന്നാം പിണറായി സർക്കാർ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് സാറും പങ്കുവച്ചിട്ടുള്ളത്. ഇപ്പോഴും പങ്കുവെക്കുന്നത് അതേ പ്രതീക്ഷ തന്നെയാണോ? പിണറായി വീണ്ടും മുഖ്യമന്ത്രി ആവുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പിണറായി മുഖ്യമന്ത്രി ആവുന്നത്, മൂന്നാം പിണറായി സർക്കാരിന്റെ കാര്യം എന്താണ് പറഞ്ഞത്, അദ്ദേഹം മുഖ്യമന്ത്രി ആവുന്നത് അഭിപ്രായ വ്യത്യാസമില്ല. പിണറായി വിജയൻ അങ്ങനെ വിളിച്ച് ആവശ്യപ്പെടുകയാണെങ്കിൽ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുമോ? പിണറായി വിജയൻ വിളിച്ച് ആവശ്യപ്പെടുകയാണെങ്കിൽ അങ്ങ് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുമോ? അതായത് അത്രയും ആദരിക്കുന്ന നേതാവല്ലേ? അല്ല, ഇതൊക്കെ നിങ്ങളെ ആവശ്യമില്ല ചോദിച്ചു. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളെല്ലാം ഓരോ ദീപം മറ്റും വെച്ച് ചോദിക്കുന്നതിന് മറുപടി ഞാൻ പറഞ്ഞല്ലോ ഈഫും മറ്റും വെച്ചുള്ള ഒന്നും മറുപടി പറയാൻ പറ്റില്ല. അത് മതി, ആവശ്യം കൂടുതൽ നമ്മൾ സംസാരിച്ചു. ഒരു വിധപ്പെട്ട ജില്ലയുടെ നേതൃത്വം സജി ചെറിയാനാണ്. ഇപ്പോ ജില്ലയുടെ നേതൃത്വം സജി ചെറിയാനാണ്. അദ്ദേഹത്തോട് ഈ വിഷയങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അദ്ദേഹം എന്തെങ്കിലും ഇടപെടൽ നടത്തിയതായി തോന്നിയിട്ടുണ്ട്? അദ്ദേഹത്തോട് ഞാനെന്തിനാ സൂചിപ്പിക്കുന്നത്? ഈ സൈബർ ആക്രമണങ്ങളെ സംബന്ധിച്ചും പാർട്ടി അതിന് സജി ചെറിയാനോട് സൈബറിനെ പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം? അദ്ദേഹം തന്നെയോട് സൈബറല്ലേ? അറിയത്തില്ല, പിന്നിലാണോ പുറകിലാണോ എന്നൊന്നും എനിക്കറിയില്ല. പ്രസ്ഥാനത്തെ എന്താണാവോ മോശപ്പെടുത്തിയത്? എന്താ മോശപ്പെടുത്തിയതെന്ന് പറ. എന്താ മോശപ്പെടുത്തിയത്? സ്വാഭാവികമല്ല, മോശപ്പെടുത്തിയ ഉദാഹരണം പറ. ഞാൻ പാർട്ടിയെ നിങ്ങൾ അതൊന്നുമല്ല, പാർട്ടിയെ മോശപ്പെടുത്തിയ ഉദാഹരണം പറയാം. അല്ലല്ല നിങ്ങൾ പറഞ്ഞത് പാർട്ടിയെ മോശപ്പെടുത്തിയെന്ന് നിങ്ങൾ പറഞ്ഞു. എന്താന്ന് ചോദിച്ചു? മറ്റത് പാർട്ടിക്ക് എങ്ങനെ മോശം ഉണ്ടാവുന്നത്? സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കുന്നതിന് പാർട്ടിക്ക് എങ്ങനെ മോശം ഉണ്ടാവുന്നത്?
ഞാൻ പാർട്ടി മെമ്പർ അല്ലല്ലോ. പാർട്ടി പ്രതിസന്ധിയിലേക്ക് അത് ഇത്രയും നാളും പ്രവർത്തിച്ചത് ആരാണ്? ഔദാര്യമാണ്, എൻ്റെ സ്വന്തം ഇച്ഛാശക്തിയാണ്. അതെ, പാർട്ടി ആയതുകൊണ്ടാണല്ലോ മത്സരിച്ചത്. അതെ, പ്രസ്ഥാനത്തിനെതിരെ മത്സരിക്കുന്ന ആര് പറഞ്ഞു? പാർട്ടി ചിഹ്നമില്ല, പാർട്ടി മെമ്പർഷിപ്പ് ഇത് മാറിയുണ്ട്. ഒറ്റ കാര്യം കൂടി സാർ, സിപിഎമ്മിന്റെ വോട്ടുകൾ സിപിഎം അണികളുടെ വോട്ടുകൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? സാർ എത്രയാണ് ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നത്? അത് വോട്ടെണ്ണമെന്നും പറയാം. സാർ, സിപിഎം അണികളുടെ വോട്ടൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞാൻ എല്ലാ വിഭാഗം ജനങ്ങളുടെയും വോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. വർഗീയതയുമായി യാതൊരു വിട്ടുവീഴ്ചയില്ല. പറഞ്ഞു അഴിമതിയായിട്ട് വികസനം ഇനി അവശേഷിക്കുന്ന വികസനം കൂടി നടത്തുന്നതിനാണ്. ഇപ്പോൾ വികസനം പൂർത്തീകരിക്കുക, വർഗീയത എതിർക്കുക, അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. മതി. ഇടതുനയം ഉയർത്തിപ്പിടിച്ചതിന്റെ മത്സരം